മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ വഅദിന്റെ സദസ്സിലേക്ക് കടന്നു വന്ന ഉമ്മ സീരിയൽ കണ്ടുകൊണ്ട് കരയുമല്ലോ. പ്രായം ചെന്ന ഉമ്മമാര് സീരിയൽ കണ്ടിട്ട് കരയുകയാണ്. ഒരു പ്രയോജനവുമില്ല ഉമ്മ. ഖസറ ദുനിയാ വൽ ആഖിറ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്നതല്ലാതെ ഒരു പ്രയോജനമില്ല. മരണ വീട്ടിൽ പോയിരുന്ന് കരയുമല്ലോ. എടാ, മരണ വീട്ടിൽ പോയി കരയുന്നവന് സ്വർഗം കിട്ടില്ലല്ലോ. അല്ലാഹുവേ, മരണ വീട്ടിലിരുന്ന് കരയുന്നവൻ ഒരിക്കലും സ്വർഗം കിട്ടൂല. പിന്നെ എന്തിനാ നീ ഇരുന്ന് കരയുന്നത്? മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു മരണ വീട്ടിൽ കടന്നു ചെന്നപ്പോ ഒരാളിരുന്ന് കരയുകയാണ്. ഇമാം ഗസാലി തങ്ങൾ അവിടെ അത്ഭുതത്തോടെ ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? ആ മരിച്ചവനെ ഓർത്തിട്ട് നീ കരയല്ലേ? നീ നിന്നെ കുറിച്ച് ഓർത്തിട്ട് കര. കാരണം മരിച്ചു കിടക്കുന്നവന് മരണത്തിന്റെ വേദന അനുഭവിച്ചു കഴിഞ്ഞല്ലോ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, മരണത്തിനൊരു രുചിയുണ്ടെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. ആ മരണം കഴിഞ്ഞിട്ട് കിടക്കുന്നവനാണ്, ആ കടമ്പ കഴിഞ്ഞിട്ട് കിടക്കുന്നവനാണ്. എന്തിനാടാ നീ അവനെ കുറിച്ച് ഓർത്തിട്ട് കരയുന്നത്? നീ നിന്നെ കുറിച്ച് ഓർക്കടാ. നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് ഒരു ദിവസം അസ്റായിൽ കടന്നു വരുമല്ലോ. ആ സമയത്ത് എങ്ങനെ രക്ഷപ്പെടും പടച്ചവര് എന്ന് ഓർത്തിട്ട് കരയടാ എന്ന് ഇമാം ഗസാലി തങ്ങൾ പറയുമ്പോ, മരണ വീട്ടിൽ പോയിരുന്ന് കരയുമല്ലോ. ക്യാൻസർ രോഗിയുടെ ചാരത്ത് പോയിരുന്ന് കരയുമല്ലോ. പടച്ചവനെ, രോഗങ്ങൾ വരുമ്പോ കരയുമല്ലോ. മനസ്സു വേദനിക്കുമ്പോ കരയുമല്ലോ. ആ കണ്ണീര് കൊണ്ട് വിലയില്ല. പക്ഷേ വിലയുള്ളത് ഈ കണ്ണുനീരിനാണ്. റസൂലുള്ള പറയുകയാണ്, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് കരയണേ. കരച്ചല് വരുന്നില്ലേ? നിങ്ങൾ അഭിനയിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, ഈ കൈപൊക്കിയവർക്ക് പടച്ച റബ്ബ് തരുന്ന പ്രതിഫലം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ. അതാ റസൂലുള്ള പറയുകയാണ്, ലാ യലിജുന്നാറ ബകാ മിൻ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടെന്ന് കരഞ്ഞ, അല്ലാഹു അവന് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ലാ യലിജുന്നാറ ബകാ മിൻ ഖസിയത്തില്ലാ ഹത്താ യറുദ്ദുൽ ലബന ഇലൽ റഈ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കണ്ണിലൂടെ കണ്ണുനീരൊഴുകുന്നവര് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസ് വൽ ഹിജാറാ. മനുഷ്യനെയും കല്ലുകളെയും വിട്ട് കത്തിക്കുന്ന പടച്ച റബ്ബിന്റെ ഭയാനകമായ നരകം, 3000 കൊല്ലം കത്തിച്ച നരകം, 3000 വർഷം കത്തിച്ച നരകം. പടച്ചവനെ, ആ നരകമൊന്ന് കണ്ടതിന് ശേഷമാണ് റബ്ബേ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്ക് പിന്നെ ചിരിക്കാതിരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. ആ നരകത്തിൽ നിന്ന് റബ്ബ് നിന്നെ രക്ഷപ്പെടുത്തുകയാ. ആ നരകം നിനക്ക് ഹറാമാണ്. നീ ഒരിക്കലും നരകത്തിൽ പോകില്ല. എന്നിട്ട് പ്രവാചകൻ ഒരു ഉദാഹരണം പറയുകയാ. ഏതുപോലെ എന്നറിയുമോ? ഒട്ടകത്തിന്റെ അകടിൽ നിന്ന് പാല് പാത്രത്തിലേക്ക് വീണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ പശുവിനെ കറക്കുന്നവരുണ്ടല്ലോ, ആടിന്റെ പാല് കറക്കുന്നവരുണ്ടല്ലോ. ആ അകടിൽ നിന്ന് പാല് പാത്രത്തിലേക്ക് വീണാൽ ഖിയാമത്ത്
നാൾ വരെ അത് തിരിച്ചു പോകുകയില്ല. ഖിയാമത്ത് നാൾ വരെ ആ പാത്രത്തിൽ കിടക്കുന്ന പാല് പിന്നെയും തിരിച്ചങ്ങോട്ട് പോകുകയില്ല. അത് നടക്കാത്ത കാര്യമാ, അത് നടക്കാത്ത കാര്യമാ. ഇതുപോലെയാണ് പടച്ചറപ്പിനെ ഓർത്തിട്ട് കരഞ്ഞ അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകളെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പറഞ്ഞു തരുമ്പോ നമുക്ക് പേടിയില്ലല്ലോ, നമുക്ക് ആ പേടിയില്ലല്ലോ, നമുക്ക് ആ ഓർമ്മയില്ലല്ലോ. അല്ലാഹുവേ പടച്ചവനെ, നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു പോകേണ്ടവരാണ്. അല്ലാഹു എന്നോട് പിടിച്ചു നിർത്തിയിട്ട് എണ്ണി എണ്ണി ചോദിക്കുമല്ലോ, എന്തേ വാപ്പാ നിനക്ക് കരയാൻ പറ്റാത്തത്? കരിങ്കല്ല് പോലെ നിന്റെ ഹൃദയമായി പോകാനുള്ള കാരണം എന്താ? നിനക്ക് അല്ലാഹുവിനെ കുറിച്ച് ചിന്തയില്ലേ? നിനക്ക് അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലാത്തത് എന്താണ്? മരിക്കേണ്ടവനാണെന്നുള്ള നിനക്ക് ചിന്തയില്ലാതെ പോയത് എന്തുകൊണ്ടാ? നിന്റെ വാപ്പ എവിടെ പോയി? നിന്നെ പോലെ ഇതുപോലെ നടന്നവനായിരുന്നല്ലോ, നിന്നെക്കാളും ആരോഗ്യമുള്ളവനായിരുന്നല്ലോ, എവിടെ പോയി മനുഷ്യ നിന്റെ വാപ്പ? നിനക്ക് ജന്മം നൽകിയ നിന്റെ ഉമ്മ ഇവിടത്തെ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് നിനക്ക് ആ ബോധമില്ലാതെ പോയത്, ആ ചിന്തയില്ലാതെ പോയത്? എന്റെ ഉപ്പാ ചെറുപ്പക്കാരാ, കൂടെ പഠിച്ചവരെത്രയോ പേര് ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ടടാ. എന്നിട്ടും നിന്റെ ജീവിതത്തിൽ മാറ്റം വരാത്തതെന്താ? ഇനി എന്ന് നന്നാകാനിരിക്കുകയാണ്, ഇനി എന്ന് നന്നാകാനിരിക്കുകയാണ്. അല്ലാഹുവേ, വർഷങ്ങളായിട്ട് കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് വന്നിട്ട് എത്രയോ പേര് നിന്റെ കണ്ണിന്റെ മുന്നിൽ വീണു മരിച്ചു പോയില്ലേ? എത്രയോ പേര് ഇവിടെ കൊണ്ടുവന്നിട്ട് പടച്ചവനെ ഒന്ന് മയ്യത്ത് നമസ്കരിക്കാൻ ആളുകൂടാതെ, മയ്യത്ത് കുളിപ്പിക്കാൻ കഴിയാതെ, ജനങ്ങളെ കാണിക്കാതെ എത്രയോ പേരെ ഇവിടെ കൊണ്ടുവന്ന് കബറടക്കിയല്ലോ. എന്നിട്ടും നിനക്ക് ഇതുവരെ സമയമായില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അഹങ്കാരികളെ പോലെ, ധിക്കാരിയെ പോലെ അല്ലാഹുവിനെ മതിമറന്നുകൊണ്ട് പടച്ചറബിനെ ധിക്കരിച്ചു നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായില്ലേ? എന്നിട്ടും നന്നാകാൻ കഴിയാത്ത ഉപ്പമാരോട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തേ മോനെ നീ ഇങ്ങനെ ആയിപ്പോയത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങള് സീരിയല് കണ്ട് കരയുകയാ. എന്റെ ഉമ്മമാര് സീരിയല് കണ്ടിട്ട് കരയുകയാ. ഏറ്റവും വലിയ സങ്കടം അതല്ലേ? ഖുർആൻ ഓതിയിട്ടല്ല കരയുന്നത്, നരകം പറയുന്നത് കേട്ടിട്ടല്ല കരയുന്നത്, ഖബറിനെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല കരയുന്നത്, മരണത്തെ കുറിച്ച് ഓർത്തിട്ടല്ല കരയുന്നത്. സീരിയലിൽ പണത്തിന് വേണ്ടി അഭിനയിക്കുന്ന ഒരു പെണ്ണിന്റെ കണ്ണ് നിറഞ്ഞാൽ എന്റെ ഉമ്മയിരുന്ന് കരയുകയാ. ഇത്രയും മതപ്പതിച്ചു പോയോ ഉമ്മ? ഇത്രയും അതപ്പതിച്ചു പോയോ ഉമ്മ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നിന്നെ പോലെ ജീവിച്ച എത്രയെത്രയോ പെണ്ണുങ്ങളുണ്ട്. നിന്നെ പോലെ വിചാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹവുമുള്ള, നിന്നെ പോലെ പച്ച ഇറച്ചി ഉണ്ടായിരുന്ന എത്രയോ പെണ്ണുങ്ങൾ ജീവിച്ചിരുന്നു. ഈ സദസ്സിലിരിക്കുന്ന എത്ര പെണ്ണുങ്ങൾക്കാണ് ആയിഷയുടെ ചരിത്രം അറിയുന്നത്, ഫാത്തിമ ബീവിയുടെ ചരിത്രം അറിയുന്നത്, നഫീസത്തുൽ മിസ്രിയുടെ ചരിത്രം അറിയുന്നത്? വീട്ടിൽ നഫീസത്ത് മാലയുണ്ടെങ്കിൽ പോയിട്ടൊന്ന് വായിക്കണം പെങ്ങള്. ഇന്ന് വഴുത് കേൾക്കാൻ കടന്നു വന്ന പെങ്ങളോട് പറയുകയാ, ഇന്ന് വഴുത് കടിഞ്ഞ് വീട്ടിൽ പോയി നാളെ എപ്പോഴെങ്കിലും നിനക്ക് സമയം കിട്ടിയാൽ നഫീസത്ത് മാല എടുത്തിട്ടൊന്ന് വായിച്ചു നോക്ക്. ആരാണ് നഫീസത്തുൽ മിസ്രി എന്നറിയുമോ? നീ പഠിക്കേണ്ടത് നഫീസത്തുൽ മിസ്രിയുടെ ചരിത്രമാണ്. നിന്റെ ജീവിതത്തിൽ നായികയാക്കേണ്ടത് നഫീസത്തുൽ മിസ്രി. ആരാണ് നഫീസത്തുൽ മിസ്രി എന്നറിയുമോ? ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണാറ് പടച്ചവനെ നഫീസത്തുൽ മിസ്രിയുടെ മക്ബറയിലേക്ക് കടന്നു പോകുമ്പോ മനോഹരമായ വില കൂടിയ പൂവുകൾ കൊണ്ട് അലങ്കരിച്ച മക്കാബ് കാണാ. എന്തൊരു സുഗന്ധമെന്നറിയോ, എന്തൊരു സുഗന്ധമെന്നറിയോ? പടച്ചവനെ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹയുടെ മക്കാമ് മുഴുവനും പൂക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്തൊരു സുഗന്ധം! അല്ലാഹ്,
ഖബറിനകത്ത് കിടക്കുമ്പോഴും പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. കാരണം എന്തെന്നറിയോ? ഇതുപോലെ ഒരു വയത് കേൾക്കുകയാണ് നഫീസ. ഇതുപോലെ ഒരു വയത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ, പ്രവാസകൻ അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഈ സൂറത്ത് ഓതിയിട്ട് അർത്ഥം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ നഫീസ ബോധം കെട്ട് വീണു. വയലിന്റെ സദസ്സിലിരുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ സദസ്സിലങ്ങ് ബോധം കെട്ട് താഴെ വീഴുകയാ. അവസാനം എന്റെ പ്രിയപ്പെട്ട പെങ്ങള് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ബോധം വന്നു. ഇറങ്ങി ഓടുകയാ. പടച്ചവനെ, തന്റെ വീടിനകത്തേക്ക് കടന്നു ചെന്നിട്ട് മണ്ണ് കുഴിക്കുന്ന ആയുധമെടുത്തുകൊണ്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ അന്ന് വരെ നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലമുണ്ടല്ലോ, മുസല്ല എടുത്തു മാറ്റുകയാണ്. എന്നിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ തന്റെ വീടിനകത്ത് ഖബർ കുഴിക്കുകയാ. നിനക്ക് ധൈര്യമുണ്ടോ പെങ്ങള്? ഖബർ കണ്ടിട്ടുണ്ടോ പെങ്ങള്? ഖബർ കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ തന്റെ വീടിനകത്ത് ഖബർ കുഴിക്കുകയാണ്. ഒരു ദിവസം കൊണ്ടല്ല, ഒരുപാട് ദിവസമെടുത്ത് നഫീസയ്ക്ക് ഖബർ കുഴിക്കാൻ. ഖബർ കുഴിച്ചു കൊണ്ടിരിക്കുമ്പോ നഫീസത്തുൽ മിസ്രിയുടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. മണ്ണ് നനയുകയാണ്. കുടിച്ചുകൊണ്ടിരിക്കുന്ന ഖബറിലെ മണ്ണ് പോലും നനയുകയാ. അവിടെ നിന്ന് പടച്ചവനെ, എല്ലാ ദിവസവും നോമ്പുകാരിയാണ്. രാവിലെ നോമ്പാണ്. ആരും അറിയാതെ വീടിനകത്ത് ഖബർ കുടിക്കുകയാണ്. വിളക്ക് കത്തിച്ചു വെച്ചിട്ട് നഫീസത്തുൽ മിസ്രിയ ഖബർ കുടിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഖബറിന്റെ പടി കഴിഞ്ഞു. അവിടെ നിന്ന് ഖബർ കുടിച്ചു കഴിഞ്ഞു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഓടിച്ചെന്നിട്ട് ഒളിവെടുക്കുകയാണ്. എന്നിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ തന്റെ വീടിനകത്ത് സ്വന്തം കൈകൊണ്ട് കുടിച്ചിട്ടിരുന്ന ഖബറിനകത്ത് ഇറങ്ങുകയാ. ആ ഖബറിനകത്ത് ഇറങ്ങിയിട്ട് മുസല്ല വിരിച്ചിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ നിസ്കാരം തുടങ്ങുകയാണ്. ഖബറിനകത്ത് ഇറങ്ങിയിരുന്ന് നിസ്കരിച്ച പെങ്ങള്, നീ ചോദിക്കും, ഉസ്താദേ, ഖബറിനകത്തിരുന്ന് എങ്ങനെയാ നിസ്കരിക്കുന്നത്? സീരിയൽ കാണുന്ന നിനക്കത് തിരിയൂല. അല്ലാഹുവേ, സീരിയൽ കാണുന്ന നിനക്കതിന് തിരിയില്ല. പെണ്ണെ, തിരിയണം പെണ്ണ്. നിന്റെ വയറിന്റെ അകത്തൊരു കുഞ്ഞിനെ അല്ലാഹു എങ്ങനെയാ കിടത്തിയത്? അത് നീ മനസ്സിലാക്കു പെങ്ങള്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഖബറിനകത്തിരുന്ന് അതാ നിസ്കരിക്കുകയാണ്. ചരിത്രം പറയുന്നു 10,000 റക്അത്തോളം നിസ്കരിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ എടുക്കുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ഖബറിനകത്ത് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഖബറിനകത്തിരുന്ന് ഖുർആൻ ഓതുകയാ. ഖബറിനകത്തിരുന്ന് ഖുർആൻ ഓതുകയാ. അല്ലാഹുവേ, 8,000 ഖത്തം ഓതി പെങ്ങള്. നഫീസത്തുൽ മിസ്രിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഖബറിനകത്തിരുന്ന് 8,000 ഖത്തം ഓതി. അല്ലാഹ് ഒരായത്ത് ഓതിക്കഴിഞ്ഞാൽ നഫീസത്തുൽ മിസ്രിയ ബോധം കെട്ട് വീഴുകയാണ്. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഓതുമ്പോ സൂറത്തുൽ മുസമ്മില ഇന്ന ലദൈനാ അൻകാലം വജഹീമാ, ഈ ആയത്ത് ഓതിക്കഴിഞ്ഞ നഫീസ ബോധം കെട്ട് താഴെ വീഴുകയാണ്. ഇന്ന ലദൈനാ അൻകാലം വജഹീമാ وطعاما ذا عسة وعذابا أليما. ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ നഫീസ ബോധം കെട്ട് വീഴുകയാണ്. ബോധം തിരിച്ചു വരുമ്പോ എന്റെ പെങ്ങള്
പിന്നെയും ഖുർആൻ ഓതുന്നു, നീ സീരിയൽ കണ്ട് കരയുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓതണ്ട, മഗ്രിബ് കഴിഞ്ഞിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന വീട്ടിൽ ജനിച്ചവളല്ലേ നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവ് 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മ മഗ്രിബ് കഴിഞ്ഞ് വീടിനകത്ത് പിടിച്ചിരുത്തിയിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഓതിപ്പിക്കുമായിരുന്നല്ലോ. അവിടുന്ന് വാക്യ ഓതുമായിരുന്നു, അവിടുന്ന് സജദ ഓതുമായിരുന്നു, അവിടുന്ന് യാസീൻ ഓതുമായിരുന്നു, അവിടുന്ന് മുൽക്ക് ഓതുമായിരുന്നു. ഇത് ഓതാതെ എഴുന്നേക്കരുതെന്ന് വാശി പിടിച്ചിരുന്ന ഉമ്മയുടെ മകനായ നീ എന്തേ ഇങ്ങനെ അതപ്പതിച്ചു പോയത്? എങ്ങനെയാ പെങ്ങളെ നിനക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നത്? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല ഖബറിനകത്തിരുന്ന് ഖുർആൻ ഓതുകയാ, ഖബറിനകത്തിരുന്ന് നിസ്കരിക്കുകയാ, എല്ലാ ദിവസവും നോമ്പാട് ചുമന്ന് തുടുത്തിരുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല ശരീരമൊക്കെ അങ്ങ് എല്ലും തോലുമാവുകയാണ്, കണ്ണ് കുഴിയാൻ തുടങ്ങി. പടച്ചവനെ ഗ്ലാമർ മുഴുവനും നഷ്ടപ്പെട്ടു പോയി. എല്ലും തോലുമായിട്ടിരിക്കുന്ന നഫീസത്തുൽ മിസ്രിയുടെ മുന്നിലേക്ക് തന്റെ കുടുംബക്കാര് കടന്നു വന്നിട്ട് ചോദിക്കുന്നു, നഫീസ എന്തിനാ നീ ഉറക്കമൊഴിയുന്നത്? നിനക്കല്പമെങ്കിലും ഒന്നുറങ്ങിക്കൂടെ? എന്തിനാ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നത്? ഓരോ ദിവസം ഇടവിട്ട് പിടിച്ചുകൂടെ നഫീസ? എല്ലും തോലുമായി നഫീസ, കണ്ണിന്റെ കാഴ്ച പോലും കുറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ കിടന്നാ നീ മരിച്ചു പോകും നഫീസ. തന്റെ കുടുംബക്കാര് എല്ലും തോലുമായിരിക്കുന്ന നഫീസത്തുൽ മിസ്രിയോട് പറയുകയാ, നിനക്കല്പനേരമെങ്കിലും ഒന്നുറങ്ങിക്കൂടെ? നിനക്ക് ഒരു നേരമെങ്കിലും ഒന്ന് ഭക്ഷണം കഴിച്ചുകൂടെ? ഇല്ലെങ്കിലും മരിച്ചു പോകുമെന്ന് പറയുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല തന്റെ കുടുംബക്കാരോട് പറഞ്ഞത് എന്തെന്നറിയോ? 30 കൊല്ലം ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് രണ്ട് കാര്യമാ. 30 വർഷമായിട്ട് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് രണ്ട് കാര്യമാ. എനിക്ക് 2 ആഗ്രഹങ്ങളേ ഉള്ളൂ, എനിക്ക് 2 ആഗ്രഹങ്ങളേ ഉള്ളൂ. എന്താണ് നഫീസ? ഒന്നാമത്തെ ആഗ്രഹം, മരിക്കുമ്പോ നോമ്പുകാരിയായി മരിക്കണം, മരിക്കുമ്പോ നോമ്പുകാരിയായിട്ട് മരിക്കണം. ഒരു പെണ്ണ് 30 കൊല്ലം അല്ലാഹുവിനോട് കുടിച്ച ഖബറിനകത്തിറങ്ങിയിരുന്നിട്ട് റബ്ബിനോട് ചോദിച്ചതാണ്, മരിക്കുമ്പോ എനിക്ക് നോമ്പുകാരിയായിട്ട് മരിക്കണമല്ലാ. ഒരു പെണ്ണിന്റെ രണ്ടാമത്തെ അഭിലാഷം എന്തെന്നറിയോ? അല്ലാഹുവേ ഖുർആൻ ഓതി മരിക്കണമല്ലാ, എനിക്ക് ഖുർആൻ ഓതിയിട്ട് മരിക്കണമല്ലാ. പണമുണ്ടാക്കണമെന്നായിരുന്നില്ല, അടിച്ചു പൊളിക്കണമെന്നായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ ചില പെണ്ണുങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്തെന്നോ? ഒന്ന് കാശ്മീരിൽ പോകണമെന്നാണ്, ഒന്ന് മൈസൂരിൽ പോകണമെന്നാണ്. എങ്കിലും നഫീസത്തുൽ മിസ്രി എന്ന് പറയുന്ന നിന്നെ പോലെ വികാരമുള്ള, മോഹമുള്ള, സ്വപ്നമുള്ള, ആഗ്രഹമുള്ള, നിന്നെ പോലെ പച്ചയിറച്ചിയുള്ള നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല 30 കൊല്ലം അല്ലാഹുവിനോട് പറഞ്ഞതല്ലാ, നോമ്പുകാരിയായി മരിപ്പിക്കണം റബ്ബേ, ഖുർആൻ ഓതി മരിക്കണമല്ലാ. ഉപദേശിക്കാമെന്നവർ കരഞ്ഞുകൊണ്ടിറങ്ങി പോവുകയാ, ഉപദേശിക്കാമെന്നവർ കരഞ്ഞുകൊണ്ടിറങ്ങി പോവുകയാ. പടച്ചവനെ, അവസാനം നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല മരണപ്പെടാ സമയമായപ്പോ, മരണമടുത്തു വന്നപ്പോ വീടിന്റെ പുറത്തേക്ക് പോകുകയാണ്, കുളിച്ചൊരുങ്ങുകയാണ്. അവിടെന്ന് കുളിച്ചൊരുങ്ങുകയാണ്. എന്നിട്ട് പടച്ചവനെ വാങ്ങി വെച്ചിരിക്കുന്ന കഫൻ തുണിയും എടുത്തുകൊണ്ട് താൻ കുടിച്ച ഖബറിന്റെ ചാരത്ത് വന്നിട്ട് കിടക്കുകയാ, താൻ കുടിച്ച ഖബറിന്റെ ചാരത്ത് വന്ന് കിടക്കുകയാ. അപ്പോഴാണ് വരുന്നത് മലക്കുൽ മൗത്ത് അസ്റായീൽ. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാണ്. സലാം പറഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോ മരിക്കുന്ന ദിവസം നോമ്പുകാരിയാ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അവിടുന്ന് നോമ്പുകാരിയായിട്ടാണ് മരിക്കുന്നത്. മരിക്കുന്ന ദിവസം സുന്നത്ത് നോമ്പായിരുന്നു. നഫീസത്തുൽ മിസ്രിക്ക് അവിടുന്ന് നോമ്പായിരുന്നു. പടച്ചവനെ, റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകൾ കടന്നു വന്നു. അല്ലാഹ് റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ
നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് പാരായണം ചെയ്യുകയാണ്. അവിടുന്ന് ഖുർആൻ ഓതുകയാണ്. ഓതിയ ആയത്ത് ഏതെന്നറിയോ? ലഹും ലഹും ഇൻദ റബ്ബിഹിം വഹും വലിയുഹും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സ്വർഗ്ഗത്തെ കുറിച്ച് പറയുന്ന ആയത്ത്. ഈ ആയത്ത് പാരായണം ചെയ്തിട്ട് ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പച്ചപ്പറവയെ പോലെ പറന്നു പോയെന്ന് ചരിത്രം പറയുമ്പോ പെങ്ങളെ നാണമില്ലേ പെണ്ണെ? സീരിയൽ കണ്ട് കരയുന്ന ഉമ്മ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആ കണ്ണീരിന് വിലയില്ല എങ്കിൽ ഈ കണ്ണീരിന് വിലയുണ്ട്. നാളെ നിന്നെ നരകത്തിൽ അല്ലാഹു ഇടൂല. നരകത്തിന്റെ തീയിൽ നിന്ന് റബ്ബ് നിന്നെ രക്ഷപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ വഴി എന്താ? ലക്ഷങ്ങൾ സദക്ക കൊടുക്കണ്ട, പള്ളി കെട്ടി കൊടുക്കണ്ട, രാത്രി ഉറക്ക പൊഴിയണ്ട, ഒരുപാട് കഷ്ടപ്പെടണ്ട. അല്ലാഹുവേ, എപ്പോഴെങ്കിലും ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് നിന്റെ കണ്ണൊന്നു നനഞ്ഞാൽ, നിന്റെ കണ്ണൊന്നു നിറഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലാ യലിജുന്നാറ ബകാ മിൻ ഖസിയത്തില്ലാ. അല്ലാഹു നരകത്തിന്റെ തീയിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ രണ്ടാമത്തെ പ്രതിഫലം എന്താ? രണ്ടാമത്തെ പ്രതിഫലം എന്താ? സമയമില്ലാത്തത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇന്ന് ഈ സദസ്സിലിരുന്നു കൊണ്ട് ഉസ്താദേ ദുആ ചെയ്യുന്ന സമയത്ത് കരയുമെന്ന് തീരുമാനിച്ചവരെ അല്ലാഹു നിനക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലി വറജുലുൻ ദക്കറല്ലാഹു ഖലിയാ ഫഫാലത് ഐനാ. കൈവക്കാൻ മടി കാണിച്ചവരെ, വാശി കാണിച്ചവര് ഇല്ല ഉസ്താദേ എന്ന് പറഞ്ഞു വാശി കാണിച്ചവരോട്, അഹങ്കാരം കാണിച്ചവരോട് രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നിന്നെ 3 കഷ്ടം വെള്ളത്തുടിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ കുടുംബക്കാര് മുഴുവനും, പടച്ചവരെ ചിന്തിക്ക് ചെറുപ്പക്കാരാ, ഒരു ദിവസം ഇവിടത്തെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമല്ലോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുമല്ലോ. നിന്റെ കുടുംബക്കാരും നാട്ടുകാരും നിന്നെ കാണാൻ നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമല്ലോ. നിന്റെ കുടുംബക്കാര് വീടിന്റെ സൈഡിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് അതാ നിന്നെ ചുമന്നു കൊണ്ടുപോയി കിടത്തിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് നിന്റെ മയ്യത്ത് കുളിപ്പിക്കുമല്ലോ. അല്ലാ തുടയ്ക്കുകയാ. പുതിയ പളയെ പോലെ നിന്നെ അതാ അവിടെ നിന്ന് ഒരുക്കുകയാണ്. എന്നിട്ട് 3 കഷ്ടം വെള്ള തുണിയുടെ മുകളില് അത് വിരിച്ചിട്ടിട്ടുണ്ട്. നിന്റെ കൊട്ടാരം പോലുള്ള വീടിനകത്ത് ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ താങ്ങിയെടുത്തു കൊണ്ടുവരുന്നത് പോലെ നിന്നെ ചുമന്നു കൊണ്ടുവന്ന് മയ്യത്ത് കട്ടിലിന്റെ അതാ മയ്യത്തിന്റെ 3 കഷ്ടം വെള്ള തുണിയുടെ മുകളില് നിന്നെ മലർത്തി കിടത്തുമല്ലോ. എന്നിട്ട് പഞ്ഞിയെടുക്കുകയാ, സുഗന്ധം തേച്ച പഞ്ഞിയെടുക്കുകയാ. മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. നിനക്ക് ജന്മം നൽകിയ നിന്റെ വാപ്പ, നിന്റെ കൂടപ്പിറപ്പുകള്, നിന്റെ കുടുംബക്കാര് അവര് തന്നെ പറയുകയാ, കാണേണ്ടവരൊക്കെ കണ്ടോ, കാണേണ്ടവരൊക്കെ കണ്ടോ, ഇതാ പുതിയ പോകുകയാണ്. എല്ലാവരും തിരക്കാട്. നിന്നെ അവസാനമായൊന്ന് കാണുന്നതിന് വേണ്ടി തിരക്ക് കൂട്ടിയപ്പോ നിന്റെ കുടുംബക്കാര് തന്നെ പറഞ്ഞു, കണ്ടതൊക്കെ മതി പൊതിഞ്ഞുകൊള്ളാൻ.
കണ്ടതൊക്കെ മതി പൊതിഞ്ഞുകൊള്ളാർ. ഇത് പറയുന്നത് നിന്റെ കുടുംബക്കാര് തന്നെയാ. ഉടനെ 3 കഷ്ടം വെള്ള തുണിയങ്ങ് മടക്കുകയാണ്, നിന്നതിനകത്തിട്ട് പൊതിയുകയാണ്, 3 കെട്ടുകൾ കെട്ടുകയാണ്. അല്ലാഹുവേ, ഇവിടത്തെ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കെട്ടിലെന്ന് പറയുന്ന വാഹനത്തിലേക്ക് നിന്നെ എടത്തിക്കടത്തുമല്ലോ. എന്നിട്ട് 6 പേര് ചുമക്കുകയാ. നിന്റെ വീടിനകത്ത് നിന്ന് നിന്റെ മയ്യത്തെടുക്കുന്ന സമയമുണ്ടല്ലോ, ഏതു മനുഷ്യന്റെയും കണ്ണ് നിറഞ്ഞു പോകുന്നതപ്പോഴാണ്. ഒരു മരണ വീട്ടിൽ നിന്ന് നിലവിളി കേൾക്കുന്നതപ്പോഴാണ്. ഒരു മരണ വീട്ടിൽ നിന്ന് നിലവിളി കേൾക്കുന്നതപ്പോഴാണ്. അല്ലാഹുവേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. എന്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഉമ്മാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഈ കാനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വീടിനകത്ത് ആരെല്ലാം കിടന്ന് നിലവിളിച്ചാൽ ഒരു പരിഗണനയും കൊടുക്കാതെ നിന്നെ അവസാനം ഈ പള്ളിയിൽ കൊണ്ടുവരുമല്ലോ. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞോ, ഈ പള്ളിപ്പറമ്പിൽ എവിടെയോ 6 അടി മണ്ണിന്റെ ഒരു കുടിയെടുക്കുമല്ലോ. ആ കുടിക്കകത്ത് ഇറക്കി കിടത്തിയിട്ട് പടച്ചവരെ അതാ പലക നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമല്ലോ. എന്നിട്ട് നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക സൂർ എന്ന് പറയുന്ന കാഹളത്തില് രണ്ടാമത് മൂതുമ്പോ ഈ ഖബറിനകത്ത് നിന്ന് എഴുന്നേക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ, ഖബറിനകത്ത് നിന്ന് എഴുന്നേക്കുകയാണ്. എങ്ങനെയാണ് എന്റെ സമുദായം കടന്നു വരുന്നത്? പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ പല പല കോലങ്ങളിലാണ് കടന്നു വരുന്നത്. നാളെ എല്ലാവരും ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. ചെമ്പിന്റെ തറയാടാ ചെറുപ്പക്കാരാ, ചെമ്പിന്റെ തറയാ. ഒരു ചാണ് മുകളിൽ സൂര്യനാ, ഒരു ചാണ് മുകളിലെ സൂര്യനാ. ഉടുതുണിയില്ലല്ലോ, ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ നീ ഇങ്ങനെ എഴുന്നേറ്റ് വരികയാ. അല്ലാഹുവേ, പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് ഇങ്ങനെ പേടിച്ച് വിറച്ചുകൊണ്ട് തലയിങ്ങനെ താഴ്ത്തിപ്പിടിച്ചിട്ട് യാ വൈലത്താ യാ ഹസ്റത്താ ജനങ്ങളെ നിലവിളിക്കുന്ന ദിവസമാ. എന്തൊരു ചൂടെന്നറിയോ, എന്തൊരു ചൂടെന്നറിയോ. ചൂടുള്ള നാളുണ്ട് കിയാമന്നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂടാ. വൻദോശ വണ്ടിയോ വരുന്നേ കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല ദങ്ങു ചെന്നാ കോള. കട്ട ഇങ്ങനെ അടുക്കി വെച്ചിട്ട്, പച്ച കട്ട അടുക്കി വെച്ചിട്ട് പച്ച വിറക് ഇങ്ങനെ ഇട്ടിട്ട് കത്തിക്കുന്ന ചൂള കണ്ടിട്ടുണ്ടോടാ? ഒന്നുമല്ലടാ ചെറുപ്പക്കാരാ. എടാ, നിനക്ക് കാണുമല്ലോ, ചെറുപ്പത്തിലൊക്കെ കാളവണ്ടി കണ്ടിട്ടില്ലേ? ചുമട് വെച്ചിട്ട് കാള ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുമ്പോ അതിന്റെ വായിലും മൂക്കിലും ഇങ്ങനെ നൊരയും പതയും വരുമല്ലോ. ഇതുപോലെ നാളെ പടച്ചറബിന്റെ കോടതിയിൽ വെച്ച് മനുഷ്യനെ കാടാ. പെങ്ങളെ, അടുക്കളയിൽ ചോറ് വെക്കുന്ന സമയത്ത് കലത്തിനകത്ത് കിടന്ന് ചോറ് തിളയ്ക്കുമല്ലോ. വെളിയിലേക്ക് ഇങ്ങനെ തിളച്ചു മറിയുമ്പോ തീ ഇങ്ങനെ അണയ്ക്കുമല്ലോ. ഇതുപോലെ നാളെ പടച്ചറബിന്റെ കോടതിയിൽ വെച്ചിട്ട് ഈ തലയ്ക്കകത്ത് കിടക്കുന്ന മൂളയുണ്ടല്ലോ തിളച്ചു ഉരുകുകയാ, മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുകയാ. ഇതൊക്കെ കള്ളമാണെന്ന് വേണമെങ്കിൽ നിനക്ക് പറയാമടാ. പക്ഷേ അള്ളാന്റെ ഖുർആൻ പറഞ്ഞതാ, ആ ഭയാനകമായ ദിവസം നിന്റെ വാപ്പയും നിന്റെ കുടുംബക്കാർ ഒരാളും തിരിഞ്ഞു നോക്കാത്ത ദിവസം ആ അല്ലാഹുവിന്റെ പരലോകമുണ്ടല്ലോ.
ആ ചെമ്പിന്റെ തറയിലെ ജനങ്ങൾ നിൽക്കുമ്പോ നിന്റെ സ്വന്തം മക്കള് ആരും തിരിഞ്ഞു നോക്കാത്ത കോടതിയുണ്ടല്ലോ, ആ ഭയാനകമായ കോടതിയിൽ ഒരേ ഒരു തണലേ ഉള്ളൂ, ഒരേ ഒരു തണലേ ഉള്ളൂ. അത് അല്ലാഹുവിന്റെ അർശിന്റെ താഴെയാ, അത് അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെയാ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കോടാനുകോടി ജനങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ 7 വിഭാഗത്തെ അല്ല വിളിക്കുകയാണ്, 7 വിഭാഗത്തെ അല്ലാഹു വിളിക്കുകയാണ്. എന്റെ താഴെ വന്ന് നിൽക്ക്, എന്റെ അർശിന്റെ ചുവട്ടിൽ വന്ന് നിൽക്ക്. നിങ്ങൾ വെയിൽ കൊള്ളേണ്ടവരല്ല, നിങ്ങൾ പ്രയാസപ്പെടേണ്ടവരല്ല, നിങ്ങൾ എന്റെ അടുത്തേക്ക് വാ. റസൂലുള്ളാഹിയല്ലേ പറഞ്ഞത്, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ് തന്റെ അർശിന്റെ ചുവട്ടിലേക്ക്. ഈ തണലത്ത് വന്ന് നിൽക്കുന്ന പറഞ്ഞ് കോടാനുകോടി ജനങ്ങളുടെ ഇടയിൽ നിന്ന് അല്ലാഹു ചില വിവിഐപികളെ തെരഞ്ഞെടുക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരാൾ ആരെന്നറിയോ? ആ കൂട്ടത്തിൽ ഒരാൾ ആരെന്നറിയോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, റജുലുൻ ദക്കറല്ലാഹു ഖലിയാ ഫഅദതു ഐനാ. ഇന്ന് കരയുമെന്ന് തീരുമാനിച്ച നീയുണ്ടല്ലോ, ഇന്ന് ദുആ ചെയ്യുമ്പോ കണ്ണ് നിറയുമെന്ന് തീരുമാനിച്ചവരെ, കരയുമെന്ന് തീരുമാനിച്ചവരെ അല്ലാഹു നിനക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലമാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാ. അവിടെ വെച്ച് കാടാ ചെറുപ്പക്കാരാ, ഈ കൈപൊക്കാതെ നെളിഞ്ഞിരുന്നവന്, മനസ്സില്ലാതിരുന്നവന് അല്ലാഹു നാളെ ഇവർക്ക് കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ നാളെ നീ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിന്നിട്ട് പറയുമല്ലോ, യാ വൈലതാ, എന്റെ നാശമേ, എന്റെ നാശമേ, യാ ഖസ്റതാ. നിലവിളിക്കും മോനെ, നിലവിളിക്കും മോനെ. ഉദ്ഘാടകനായ ഉസ്താദ് ഓതിയ ആയത്ത് മറന്നു പോകരുത്. അന്ന് പറയും പടച്ചവരെ, ഒന്ന് കേട്ടാ മതിയായിരുന്നു റബ്ബേ, അന്ന് പറഞ്ഞതൊന്ന് അനുസരിച്ചാ മതിയായിരുന്നു റബ്ബേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നാളെ അർശിന്റെ താഴ്ഭാഗത്ത് പടച്ച റബ്ബ് വിളിച്ചു കൂട്ടുന്ന 7 വിവിഐപികളിൽ ഒന്നാമത്തെ മനുഷ്യനാരാ? അതിലെ ഒരു മനുഷ്യനാരെന്നറിയോ? കരഞ്ഞവനാ, കരഞ്ഞവനാ. പണത്തിന് വേണ്ടിയല്ല, അധികാരത്തിന് വേണ്ടിയല്ല, പെണ്ണിന്റെ ശരീരത്തിന് വേണ്ടിയല്ല, സുഖത്തിന് വേണ്ടിയല്ല, മരണ വീട്ടിലിരുന്ന് കരഞ്ഞവന്റെ കഥയല്ല. അടിക്കാൻ പിടിച്ചപ്പോ, പോലീസ് പിടിച്ചപ്പോ കരഞ്ഞവന്റെ കഥയല്ല, യാചിച്ചവന്മാരുടെ കഥയല്ല. പിന്നെ എങ്ങനെ കരഞ്ഞവനെന്നറിയോ? അല്ലാഹുവേ, ഒരുപാട് പാപം ചെയ്തല്ല അല്ലാ, നിന്റെ മുന്നിൽ വരുമല്ലോ അല്ലാ, നീ വിചാരണ ചെയ്യുമല്ലോ അല്ലാ, എനിക്ക് പേടിയാ അല്ലാ, എനിക്ക് പേടിയാ അല്ലാ. പടച്ച റബ്ബിനെ കുറിച്ച് ഓർത്തിട്ട് കരയുന്നവന് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം, നാളെ അർശിന്റെ താഴെ അല്ലാഹു നിനക്കൊരു സ്ഥാനം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ പ്രതിഫലമെന്താ? മൂന്നാമത്തെ പ്രതിഫലമെന്താ? കത്റതാനി അഹബ്ബു ഇലല്ലാഹ് കത്റതു ദുമൂഇ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തെ പ്രതിഫലം ആരാണോ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്നത്, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് കരയുന്നത്, ആ കരയുന്നവനെ നരകത്തിൽ കൊണ്ടിടൂല, നരകത്തിന്റെ തീ തൊടൂല. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇതിപ്പോൾ ഒരു ദേഷ്യമുള്ളതുപോലെ, ഉസ്താദ് എന്തപ്പം ഇങ്ങനെ പറഞ്ഞെന്ന് ഞാൻ പിന്നെ എങ്ങനെ പറയണം? നരക വിഷയിതായി പോയില്ലേ? വിഷയം ഇതാകുമ്പോൾ അതിൻ്റെ ഗൗരവത്തിൽ പറയണം. അതുകൊണ്ടാണ് ഞാൻ ചിരിക്കാത്ത. അള്ളാഹു ചിരിക്കാൻ പാടില്ല എന്നല്ലേ പറയണേ? ശരി, എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചേ.
ചങ്ങാതി സദക്കയുടെ കൂലിയാ, ഇന്ന് പിരിവൊന്നുമില്ല, അതുകൊണ്ടൊന്ന് ചിരിക്ക്. കൊലച്ചിരിയിരിക്കാനല്ല പറഞ്ഞ, പുഞ്ചിരിക്കാനാ പറഞ്ഞ. അള്ളാഹു നമ്മുടെ ഈ ചിരി മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എപ്പോഴും ദുആ ചെയ്യുമ്പോഴും ഒറ്റയ്ക്ക് എപ്പോഴും കരഞ്ഞുകൊണ്ട് നടക്കണമെന്നില്ല, എപ്പോഴും ഇങ്ങനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് നടക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഏറ്റവും കുറഞ്ഞത് ദുആ ചെയ്യുമ്പോഴെങ്കിലും കരയാം, ഇല്ലെങ്കിൽ അഭിനയിക്ക്, നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. 2, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 7 വിഭാഗം ആൾക്കാർ അള്ള വിളിക്കും. വാ ഇനി വാ, എൻ്റെ താഴെ നിൽക്ക്, ഈ അരശൻ്റെ താഴെ തണലുണ്ട്, വാ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അള്ള വിളിക്കുന്ന VVIPയിൽ ഒരാൾ നീയാ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. 3, അള്ളാഹു ഷഹീദായി മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഷഹീദിൻ്റെ പ്രതിഫലം എന്താ? ഷഹീദിൻ്റെ പ്രതിഫലം നമ്മൾ പഠിക്കുന്നവരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനോട് ഷഹീദിൻ്റെ പ്രതിഫലം പറഞ്ഞു കൊടുത്തു. എന്താ ഷഹീദ്? നമുക്കറിയാലോ, ബദറിലും മുഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലൊക്കെ പോരാടി വീര്യമിത്യം ഭരിച്ച ശുഹദാഇൻ്റെ ബദരീങ്ങളുടെ പ്രതിഫലം നമ്മൾ പറയുന്നവരല്ലേ, മജ്ലിസിനൂറൊക്കെ പാരായണം ചെയ്യുന്നവരല്ലേ. ബദരീങ്ങളുടെ സ്ഥാനം, ബദരീങ്ങളുടെ പ്രതിഫലം എന്താണ്? നമ്മൾ ആ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. പറ മനുഷ്യന്മാരെ, അള്ളാഹു ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്താണ് ബദരീങ്ങൾ? അവരുടെ 1ാമത്തെ തുള്ളി രക്തം വീഴുമ്പോൾ തന്നെ അള്ളാഹ് അവരുടെ ജീവിതത്തിൽ ചെയ്തത് മുഴുവനും പുറത്തു കൊടുത്തു. അതാ ശുഹദാക്കളുടെ പ്രതിഫലം എന്താ? അപ്പോൾ 1ാമത്തെ തുള്ളി രക്തം വീഴുമ്പോൾ തന്നെ അള്ളാഹു അവരുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ പുറത്തു കൊടുക്കും. അള്ളാഹു ഷഹീദായി മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഷഹീദായി മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആഗ്രഹമുണ്ടാ? എന്ന് കൈപൊക്കിക്കേ. അതിനെങ്കിലും പൊക്കിയല്ലോ, അൽഹംദുലില്ലാ. ഷഹീദായി മരിക്കാന്ന് പറഞ്ഞാൽ വാള് ഊരിയിട്ട് അങ്ങ് പോകാനല്ല, വാള് ഊരി എങ്ങും പോണ്ട. ഇപ്പം യുദ്ധമൊന്നും ഇല്ലല്ലോ, ഇപ്പം യുദ്ധമൊന്നുമില്ല. വാളെടുത്തിട്ടുള്ള യുദ്ധമല്ല ഇപ്പം വാള് കൊണ്ടുള്ള യുദ്ധമല്ല, അതിനേക്കാളും വലിയ യുദ്ധമാണ്. ശത്രുവിനെ കൊല്ലാൻ എളുപ്പമാണ്. ആരോഗ്യവാനായ ഒരു ശത്രുവിൻ്റെ മുന്നിലേക്ക് കടന്നു എന്ന് യുദ്ധം ചെയ്ത് കൊല്ലാൻ എളുപ്പമാണ്. പക്ഷെ ഇപ്പം നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് സ്വന്തം നഫ്സിനോടാണ്. അതാ ഏറ്റവും വലിയ യുദ്ധം. നമ്മൾ വിചാരിക്കണം ഇവരൊക്കെ ജിഹാദ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നല്ലോ. ജിഹാദ് എന്താന്ന് ഓൻ ഇതുവരെ തിരിഞ്ഞിട്ടില്ല. സ്വന്തം നിസ്കരിക്കാൻ വേണ്ടി അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു. സുബഹിക്ക് അസ്വലാത്തു ഖൈറും മിനൻ നൗം, സുബഹിക്ക് വിളിക്കത്തില്ലേ? സുബഹി ബാങ്ക് കേൾക്കണവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അല്ലാഹു, സുബഹി ബാങ്ക് നമ്മൾ അത് നിസ്കരിക്കുന്നവരും കേൾക്കാറില്ല. നിസ്കരിക്കുന്നവരും സുബഹി ബാങ്ക് കേൾക്കാറില്ല. കാരണം അലാറം വെച്ചിട്ട് 10 മിനിറ്റ് മുമ്പ് പള്ളിയിൽ പോകുന്നവരാ. ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞ ആ ഉറക്കത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ ഇബിലീസ് വന്നിട്ട് ഇങ്ങനെ തടകും. ഉറങ്ങുമോനെ, എഴുന്നേക്കല്ലേടാ എന്ന് പറഞ്ഞ് നിന്നെ ഉറക്കം നേരത്ത് അവനെ പരാജയപ്പെടുത്തിയിട്ട് എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ ഒതുവെടുത്ത് തണുപ്പത്ത് പള്ളിയിൽ പോയി 2 റക്അത്ത് ജമാഅത്തായി നിസ്കരിക്ക്. അതൊരു ജിഹാദാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതൊരു ജിഹാദല്ലേ? ളുഹറിന് പള്ളിയിൽ പോകാൻ എല്ലാവരെ കൊണ്ടും പറ്റും, സുബഹിക്ക് എല്ലാവരെ കൊണ്ടും പറ്റൂല. സുബഹിക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കണം, അതാ ധൈര്യം. അതോ പള്ളിയിൽ പോകുന്ന കാര്യം പറയുമ്പോൾ വയ്യ. സുബഹിക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോയി നിസ്കരിക്ക്, വയ്യ. ഡോക്ടർ പറഞ്ഞു കൊളസ്ട്രോള് കൂടുതലാ, അറ്റാക്ക് വരും, ചത്തുപോകും. എഴുന്നേറ്റ് നടക്കാൻ പറയുമ്പോൾ ഭാര്യയും കെട്ടിയവനും കെട്ടുമ്പോഴേയും കൂടെ നടക്കുന്ന കാണാം. അല്ല പറഞ്ഞ് നീ 5 നേരം നിസ്കരിക്ക്, പള്ളിയിൽ പോയി നിസ്കരിക്ക്. വണ്ടിയിൽ പോകണമെന്നല്ല അല്ല പറഞ്ഞേ. നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ നടന്നു പോകാനാ പറഞ്ഞേ. നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് നടക്കുന്ന ഓരോ ചുവട്ടടിയുടെ പ്രതിഫലം അറിയോ? ആരാപ്പ പള്ളിയുടെ മിഹ്റാബിനകത്ത് വണ്ടി കയറ്റാൻ പോയി നമ്മൾ അവിടെ വരെ കയറ്റും. അങ്ങനത്തെ ആൾക്കാരാ. നടന്ന് പള്ളിയിലേക്ക് പോ. ഒരു ദിവസം ഒരു വക്കത്തെങ്കിലും നടക്ക്. പള്ളിയിലേക്ക് നടന്ന ഡോക്ടർ പറഞ്ഞു, നീ 5 നേരം പള്ളിയിൽ പോയി നിസ്കരിച്ചിരുന്നെങ്കിൽ ഈ കടന്ന് ഓടേണ്ട വല്ല കാര്യമുണ്ടോ? ഇപ്പൊ എന്നോടും ഡോക്ടർ പറഞ്ഞിരിക്കണത് കൊളസ്ട്രോള് കൂടുതലാ, നടക്കാനാ. എവിടെ നടക്കാനാ? രാവിലെ നമ്മളൊക്കെ ഈ വയല് കഴിഞ്ഞ് പോകുമ്പോൾ ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ? ഈ വയസ്സുള്ള ഉപ്പായും ഉമ്മായും കൂടെ അലാറം വെച്ച് വാരി എഴുന്നേക്കും, എഴുന്നേക്ക് പോണ്ടേന്ന്. ജീവിതത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു പെണ്ണിന് സ്വർഗമുണ്ട്. ഏത് പെണ്ണിന്? ഒരു ഭാര്യയ്ക്കും ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്. ഏത് ഭാര്യയ്ക്കും ഭർത്താവിനും? രാവിലെ സുബഹി നിസ്കരിക്കാതെ ഭർത്താവ് എഴുന്നേറ്റ് ഉളുവെടുക്കാൻ പോയി. ഭാര്യയെ വിളിച്ച് എഴുന്നേക്കാമിന. ആമിന അവിടെ തന്നെ കിടക്ക. ഒലുവെടുത്തിട്ട് തിരിച്ചു വരുമ്പോ ആ ഒലുവെടുത്ത വെള്ളം മുഖത്ത് നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഉറങ്ങുന്ന ഭാര്യയുടെ മുഖത്തിങ്ങനെ കുടഞ്ഞിട്ട് എഴുന്നേക്കാമിന എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തുന്ന ഭർത്താവിന്, നിസ്കരിക്കാതെ കിടക്കുന്ന ഭർത്താവിന്റെ മുഖത്ത് വെള്ളം ഒഴിച്ചിട്ട് എഴുന്നേക്ക് നിസ്കരിക്കണ്ടേ എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തുന്ന പെണ്ണിന് സ്വർഗമുണ്ടെന്നാ. അതുകൊണ്ടൊത്തൂല്ല.
ഡോക്ടർ പറഞ്ഞു കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ട്, ബ്ലോക്ക് വരും, അറ്റാക്ക് വരും, ചത്തുപോകും, രാവിലെ എഴുന്നേറ്റ് നടക്കണം. അപ്പം അലാറം വെക്കും. അപ്പം അലാറം വെച്ചിട്ട് വിളിക്കാം, വാ എഴുന്നേക്ക് എഴുന്നേക്ക്, വയ്യ എഴുന്നേക്ക് മനുഷ്യ എഴുന്നേക്ക്, ഒറ്റയ്ക്ക് പോകണ്ടേ, ഞാനും വരായിക്ക, ഞാനും വരാം. കയ്യിലൊരു കമ്പും പിടിച്ചിട്ടാ നടക്കണം. പട്ടി വന്നാ തല്ലാൻ, പട്ടി വന്ന തല്ലാൻ റോഡിൽ കൂടെ ഭാര്യയും ഭർത്താവും കൂടെ നടക്കാം. നിസ്കരിക്കാൻ കാണിച്ചിരുന്നെങ്കിൽ നീ എന്നെ രക്ഷപ്പെട്ടേന്. അല്ല പറഞ്ഞു പോടാന്ന് നീ കേട്ടില്ല. ഇപ്പൊ ഡോക്ടർ പറഞ്ഞപ്പോൾ നിനക്ക് പേടി. എടാ ചങ്ങായി, മരിക്കേണ്ട സമയം എപ്പോഴായാലും മരിക്കും, അതിന് ഒന്നും വേണമെന്നില്ല, അസുഖം വേണമെന്നൊന്നുമില്ല. മരിക്കേണ്ടവൻ എപ്പോഴും. 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞില്ലേ, ഈ പണ്ടുള്ള വാപ്പമാരൊക്കെ എത്ര കൊല്ലം ജീവിച്ച്. പണ്ടുള്ളവര് ചെരുപ്പിടാറില്ല. പണ്ടുള്ളവർ ചെരുപ്പില്ലാതെ നടക്കണമെന്നാണ് ഇപ്പം ഡോക്ടർമാർ പറയണേ. ഒരാൾ ചെരുപ്പില്ലാതെ നടന്നു കഴിഞ്ഞാൽ രക്തത്തിൻ്റെ സർക്കുലേഷൻ കറക്റ്റ് ആകുന്നു. ചെരുപ്പില്ലാതെ നടക്കണമെന്നാണ്. ചെരുപ്പില്ലാതെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ബ്ലഡ് ഓട്ടമൊക്കെ കറക്റ്റ് ആകും. ഇത് 1400 വർഷം മുമ്പ് മുത്തുനബി പറഞ്ഞല്ലേ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞേ, എന്താ ഞാൻ പറഞ്ഞു വന്നേ? വിഷയം മാറിപ്പോ. എന്താപ്പോൾ പറഞ്ഞേ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നിസ്കരിക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യ്. നിസ്കരിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലമല്ല ഞാൻ പറഞ്ഞത്. അള്ളാഹു നാളെ അറസിന്റെ താഴ്ഭാഗത്ത് നിനക്കൊരു സ്ഥാനം തരും. എന്ത് ചെയ്താ? കരഞ്ഞാ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പോലീസ് പിടിക്കുമ്പോൾ കരയും, സാറേ സാറേ സാറേ. പഞ്ചായത്ത് ഓഫീസിൽ പോയി നിന്നിട്ട് സാറേ സാറേ എവിടെല്ലാം പോയി നിന്ന് സാറ് വിളിച്ച് കരയുന്നു. അള്ളാടെ മുന്നിൽ കരയടാ, നട്ടല് നേരെ നിൽക്ക്, അള്ളാടെ മുമ്പിൽ കര. അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. 3 ഞാൻ പറഞ്ഞു വന്നത് ജിഹാദ്. പള്ളിയിലേക്ക് പോയി നിസ്കരിക്കുന്നത് ജിഹാദാ. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ഒരു പെണ്ണ് പറയുന്നു വാ വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പോടാന്ന് പറഞ്ഞിട്ട് പോകണം. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ തെറ്റിൽ നിന്ന് മാറുന്നത് ജിഹാദാ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ജിഹാദിന്റെ പ്രതിഫലം, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹുവിന് 2 തുള്ളികൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികൾ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഖത്റതാനി അഹബ്ബു ഇലല്ലാഹ്. 2 തുള്ളികൾ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികൾ. ഒന്നാമത്തെ തുള്ളി ഏതെന്നറിയോ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീര്യമിത്യം ഭരിച്ച ശുഹദാക്കളുണ്ടല്ലോ. ആ അല്ലാഹുവേ, ശുഹദാക്കളുടെ ശരീരത്തിൽ നിന്ന് താഴെ വീണ രക്തത്തുള്ളിയുണ്ടല്ലോ, അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു. ഏത് രക്തമെന്നറിയോ? അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ, ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് പോകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു നാളെ രാവിലെ ഉഹദിന്റെ രണാങ്കണത്തിൽ പോകാനുള്ളതാ. രാത്രി വന്നിട്ട് കൂട്ടുകാരന്റെ വീട്ടിൽ വന്നു. കൂട്ടുകാരന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, വാ ഇങ്ങി വാ, ഇറങ്ങി വാ, അളിയ വാളിയ ഇങ്ങി വാളിയ എന്ന് പറഞ്ഞ് വിളിച്ചിറക്കി. വാ, എന്നിട്ട് 2 പേരും കൂടെ പോവാ. 2 പേരും കൂടെ പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. ഒളുവെടുക്കാൻ പറഞ്ഞു. അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു ഒളുവെടുക്കാൻ പറഞ്ഞു. ഒളുവെടുത്തു. 2 പേരും കൂടെ പോയിട്ട് മുസല്ല വിരിച്ചിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് മഹാനവറുകൾ പറയുക, ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യും, നീയും ചെയ്യണം. നീ ദുആ ചെയ്യുമ്പോൾ ഞാൻ ആമീൻ പറയും, ഞാൻ ദുആ ചെയ്യുമ്പോൾ നീ ആമീൻ പറയണം. ആത്മാർത്ഥമായിട്ട് വേണം പറയാൻ. നമ്മൾ കൂട്ടുകാരാ. അങ്ങനെ അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരം കഴിഞ്ഞിട്ട് കൂട്ടുകാരനോട് പറഞ്ഞു, അളിയ നീ ദുആ ചെയ്. അപ്പോൾ ആ സഹാബി ദുആ ചെയ്തു, പടച്ചോനെ, നാളെ രണാങ്കണത്തിലേക്ക് കടന്നു പോകുകയാ. അള്ളാഹുവേ, നല്ല ആരോഗ്യവാനായ ഒരു ശത്രുവിനെ എനിക്ക് തരണേ അല്ലാ. എനിക്കവനെ പരാജയപ്പെടുത്തണം, എനിക്കവനെ വധിക്കണം, എനിക്കവനെ കൊല്ലണം. അതുപോലെ പറയാ, പടച്ചവനെ, ഇസ്ലാമിൻ്റെ ഒരു ശത്രു, നാളെ രണാങ്കണത്തിൽ ഒരു ശത്രുവിനെ എനിക്ക് കിട്ടണം, എനിക്കവനെ പരാജയപ്പെടുത്തണം, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു തആല ആമീൻ പറഞ്ഞു. ദുആ കഴിഞ്ഞു. മഹാനവറുകൾ പറഞ്ഞു, ഇനി ഞാൻ ചെയ്യും, നീ ആമീൻ പറയണം. എന്താ ചെയ്തതെന്നറിയോ? അല്ലാഹുവേ, നാളെ ഞാൻ യുദ്ധക്കളത്തിൽ പോകും, എനിക്ക് എന്നെക്കാളും ആരോഗ്യമുള്ള ക്രൂരനായ ഒരു എതിരാളിയെ തരണം. അല്ലാഹുവേ, എന്നെക്കാളും ആരോഗ്യമുള്ള ക്രൂരനായ ഒരു നല്ല യോദ്ധാവിനെ എനിക്ക് തരണം. റബ്ബേ, അവൻ എൻ്റെ കൈ വെട്ടിമുറിക്കണേ അല്ലാ, അവൻ എൻ്റെ കാല് വെട്ടിമുറിക്കണേ അല്ലാ. ഈ സഹാബി ദുആ ചെയ്യാ,
അവൻ എൻ്റെ കൈ മുറിക്കണം, എൻ്റെ കാല് വെട്ടിമുറിക്കണം, എൻ്റെ ശരീരം മുഴുവനും തുണ്ടമായി വെട്ടിമുറിക്കണം, അവൻ എൻ്റെ മൂക്ക് മുറിക്കണം പടച്ചവനെ, എൻ്റെ ചെവി മുറിക്കണം പടച്ചവനെ. ദുആ ചെയ്യുക. എന്നാലേക്ക് മഹാനവറുകൾ ദുആ ചെയ്യുമ്പോൾ സഹാബി ഇരുന്ന് ആമീൻ പറയുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉഹദിൻ്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. ഈ സഹാബി ഓടുകയാണ് തൻ്റെ കൂട്ടുകാരൻ്റെ ദുആ അള്ളാഹു സ്വീകരിച്ചോ എന്നറിയാൻ. ഇന്നലെ രാത്രി ദുആ ചെയ്തില്ലേ, ഈ ദുആ സ്വീകരിച്ചോ എന്നറിയാൻ ഓടിച്ചെന്ന് നോക്കുമ്പോ പടച്ചവനെ ശരീരം മുഴുവനും വെട്ടി നുറുക്കിയിട്ട് കയ്യും കാലും മുറിച്ചിട്ടുണ്ട്. ആ മരണത്തിന്റെ അവസാന ഘട്ടത്തിൽ കിടക്ക, തൂക്കിയിട്ടിരിക്കുക, തൻ്റെ മൂക്കിങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു. ചരിത്രം പറയുക, മൂക്കും മുറിച്ചിട്ട് ഇങ്ങനെ കെട്ടിത്തു. അപ്പൊ അവനാ ശത്രു അല്ലേ? അവിടെ നിന്ന് അവസാനം സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ പറയാ, റബ്ബ് നമ്മുടെ ദുആ സ്വീകരിച്ചിട്ടാ, റബ്ബ് നമ്മുടെ ദുആ സ്വീകരിച്ചു, നീ സാക്ഷിയാ. നാളെ അള്ളാഹുടെ മുന്നിൽ പോകുമ്പോൾ അള്ളാഹ് ചോദിക്കും, കയ്യെന്തേ? ദീനിന് വേണ്ടി കൊടുത്ത റബ്ബേ. കാലെന്തേ? ദീനിന് വേണ്ടി കൊടുത്ത റബ്ബേ. എൻ്റെ മൂക്കെന്തേ? ദീനിന് വേണ്ടി കൊടുത്ത റബ്ബേ, നീ സാക്ഷിയാ. എന്നിട്ടാ മഹാനവറുകൾ ഷഹീദായത്.